നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മരുന്ന് പാരസെറ്റമോളാണ്. അത് പാരസെറ്റമോൾ തന്നെ പല കോമ്പിനേഷൻസിൽ അവൈലബിൾ ആണ്. അതായത് 250 ഉണ്ട്, 120 ഉണ്ട്, ഇത് പാരസെറ്റമോളിൻ്റെ ഡ്രോപ്സ് ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണ്? പനി കുറയാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും മരുന്ന് നമ്മൾ ഡ്രോപ്പ് കൊടുക്കും, സിറപ്പ് കൊടുക്കും, മാറ്റി മാറ്റി കൊടുക്കും. സത്യത്തിൽ നമ്മൾ ഇതിൻ്റെ കോമ്പിനേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. കാരണം ഡ്രോപ്പ് എന്ന് പറയുന്നത് 100 മില്ലിഗ്രാം 1 ml ആണ് വരുന്നത്. സിറപ്പ് വരുമ്പോൾ 120 ഉണ്ട്, 250 ഉണ്ട്. അപ്പം നമുക്ക് 10 കിലോ ഉള്ളൊരു കൊച്ചിന് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം. അപ്പം നമ്മൾ മാറ്റി മാറ്റി പനി കുറഞ്ഞില്ല എന്ന് പറഞ്ഞ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഡ്രോപ്പ് ആകുമ്പം 10 to 15 mg/kg ഡോസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ml വരെ കൊടുക്കാം. 120യുടെ സിറപ്പ് ആകുമ്പം 5 ml വരെ കൊടുക്കാം. 250യുടെ സിറപ്പ് ആകുമ്പം 2.5 മുതൽ 3 ml വരെ കൊടുക്കാം. നമ്മൾ ഏത് സാധനമാണെങ്കിലും അതിൻ്റെ ഡോസ് കറക്റ്റ് ആയിരിക്കണം. സെക്കൻഡ് തിങ് ഈസ് ഡ്യൂറേഷൻ. ഏകദേശം നമ്മൾ പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ മരുന്ന് ഉള്ളിലോട്ട് ചെന്ന് അബ്സോർബായി ഇഫക്റ്റ് കിട്ടാനുള്ള സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1 hour വരെ എടുക്കും പനി കുറയാനായിട്ട്. നമുക്ക് നനച്ചു കൊടുക്കുകയും ചെയ്യാം. കണ്ടിന്യൂസ് മാറ്റി മാറ്റി 120യുടെയും 250യുടെയും കയറ്റി കൊടുക്കാൻ പാടില്ല. സെക്കൻഡ് തിങ് ഈസ് ഈ പാരസെറ്റമോൾ തന്നെ നമ്മൾ ഓവർഡോസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുഞ്ഞിന് പ്രത്യേകിച്ച് ലിവറിന് ഹാനികരമാണ്. ഇനി കുഞ്ഞുങ്ങളുടെ അശ്രദ്ധ കൊണ്ട് ഇത് എക്സ്ട്രാ എടുത്ത് കഴിക്കാതെ നോക്കുകയും ചെയ്യണം.